മതമില്ലാത്ത ജീവന്മാരുടെ സംഗമം എന്ന ഈ സെഷൻ ആരംഭിക്കാൻ പോവുകയാണ്. കേരള ഐക്യവാദി സംഘത്തിന്റെ പ്രധാന മുദ്രാവാക്യങ്ങളിലൊന്നായ മതരഹിത സമൂഹം മാനവികതയ്ക്ക് എന്ന ആശയത്തോട് വളരെ അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നതിന് ഏറ്റവും പ്രയോജനപ്രദമാകുന്ന ഒരു സെഷനാണ് ഇനി നടക്കുന്നത്. മതമില്ലാതെ ജാതിയില്ലാതെ ഈ സമൂഹത്തിൽ ജീവിക്കാൻ കഴിയുമെന്നും കാണിച്ചു കൊടുക്കുന്ന വളരെയധികം കുഞ്ഞുങ്ങൾ എൻ്റെ മുന്നിലിരിക്കുകയാണ്. പലരും അതിൽ നല്ലൊരു ശതമാനവും ജാതി മതവും അവരുടെ ജനന സർട്ടിഫിക്കറ്റിലോ അവരുടെ വിദ്യാഭ്യാസ രേഖകളിലോ രേഖപ്പെടുത്താത്ത ധീരമായ സമീപനം സ്വീകരിച്ചിട്ടുള്ളവരാണ് അവരുടെ മാതാപിതാക്കൾ. ഇത് പറയുമ്പോൾ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഈ കേരളത്തിൽ മതമില്ലാത്ത ജീവൻ എന്ന ഒരു പാഠപുസ്തകത്തിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ ജാതി മത സംഘടനകൾ നടത്തിയത് വളരെ ക്രൂരമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ ഓർക്കുന്നത്. പ്രിയമുള്ളവരെ, എൻ്റെ കുടുംബത്തിലെ എൻ്റെ മക്കളെ, എൻ്റെ സഹോദരന്മാരെ, എൻ്റെ പിതൃതുല്യരായ ജ്യേഷ്ഠ സഹോദരന്മാരെ, നമ്മൾ ഈ സെഷൻ കൂടിയിരിക്കുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മ നമ്മുടെ കുട്ടികൾക്കും വരുന്ന തലമുറയ്ക്കും നമ്മുടെ സഹജീവികൾക്കും വേണ്ടി
കൊടുക്കുന്ന നമ്മളെ നഷ്ടപ്പെട്ടു പോയ പല പോരായ്മകളുണ്ടെങ്കിലും കൂട്ടുകുടുംബത്തിന്റെ നഷ്ടപ്പെട്ടു പോയ ആ കൂട്ടുകുടുംബത്തിന്റെ ഒരു ചെറിയ അംശമായി നമുക്ക് ഈ സമ്മേളനം നമ്മുടെ കുടുംബത്തിന്റെ കൂട്ടുകൂടൽ ആണ്. അതുകൊണ്ട് തന്നെ ഈ കൂട്ടുകൂടലിൽ ഔപചാരികത വളരെ കുറച്ചു മാത്രം. 2 ദിവസങ്ങളിലായി കമ്പ്യൂട്ടർ ഭാഷയിൽ പറഞ്ഞാൽ പുതിയ പ്രോഗ്രാം ചെയ്യലായിരുന്നു. കഴിഞ്ഞ 2 വർഷങ്ങളായി വന്നിട്ട് നമ്മളെല്ലാം കമ്പ്യൂട്ടറായിരുന്നു. നമ്മളെല്ലാം കുറെ വൈറസുകളെല്ലാം കയറി ആ വൈറസുകളെല്ലാം നീക്കം ചെയ്ത് പുതിയ ഒരു പ്രോഗ്രാം ചെയ്ത് വന്നിരിക്കുകയാണ്. ഇത് ഈ സെഷൻ അവസാനിക്കുന്നത് നമ്മൾ റിഫ്രഷ് ബട്ടൺ അമർത്തി കമ്പ്യൂട്ടർ ഇന്ന് ഷട്ട് ഓഫ് ചെയ്യുന്ന അവസരത്തിലേക്ക് എത്തിയിരിക്കുക. അപ്പൊ നമ്മളിപ്പോൾ റിഫ്രഷ് ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിലാണ്. അതുകൊണ്ട് ഇതിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു പ്രഭാഷണത്തിന്റെ പ്രസക്തി ഇല്ലാത്തത് കൊണ്ട് ഒരു ചെറിയ സംഭവത്തിന്റെ ചെറിയൊരു കാര്യത്തിലൂടെ നമുക്ക് ഉദ്ദേശിക്കുന്ന സംഭവത്തെ പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ കൂട്ടായ്മ എങ്ങനെ എന്നുള്ളതിലേക്ക് കടക്കാം. നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ നമ്മളെ പ്രചോദിപ്പിക്കുന്നത് ഈ അനുഭവ ഘട്ടങ്ങളാണ്. നമ്മള് ഓരോ ന്യൂറോൺസും ശേഖരിച്ചു വെച്ചിരിക്കുന്ന അനുഭവങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് വേണ്ടത് ഈ ന്യൂറോൺസിൽ ശേഖരിച്ചു വെച്ചിട്ടുള്ള കുറെ നല്ല അനുഭവങ്ങളുണ്ട്. ചിലപ്പോൾ നല്ല ചീത്ത അനുഭവങ്ങളും ഉണ്ടാവും. ഈ അനുഭവങ്ങൾ നമുക്ക് പരസ്പരം ഷെയർ ചെയ്യുന്നതിന് കൂടെ മാത്രമാണ്. നമുക്ക് അഭിപ്രായങ്ങൾ ഒരുപാട് ഉണ്ടാവും, പക്ഷെ അനുഭവങ്ങൾ അത്രമാത്രം ഉണ്ടാവും. ആ അനുഭവങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് ഈ സദസ്സ് ഇതൊരു കൂട്ടായ്മയുടെ സദസ്സാക്കി ഈ സദസ്സിനെ സജീവമാക്കി മാറ്റേണ്ടത് പ്രസീഡിയമല്ല, നിങ്ങൾ ഓരോരുത്തരുമാണ്. എന്റെ പേര് അക്ഷര തോമസ്. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്നു. ഞാൻ ഡിഗ്രി സ്റ്റുഡന്റ് ആണ്. ഇപ്പം മതമില്ലാത്ത ജീവൻ എന്ന പ്രോഗ്രാമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറുപ്പം മുതലേ ഞാനും എന്റെ ഒരു ഡാറ്റയിലും റേഞ്ചിനോ കാസ്റ്റോ ഇല്ല. 1ാം ക്ലാസ് മുതൽ പ്രേയറിന് ഞാൻ എണീക്കാറില്ല. അത് മറ്റു കുട്ടികളിൽ നിന്ന് പലതവണ ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ വളരെ കറക്റ്റായ ഉത്തരം നൽകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് അവരെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പല കുട്ടികളും ചോദിക്കുന്നത് മറ്റു കുട്ടികൾക്ക്, അതായത് മതത്തെ വിശ്വസിക്കുന്ന മറ്റു കുട്ടികൾക്ക് മതം വിശ്വസിക്കാത്ത ഒരു കുട്ടിയോട് എങ്ങനെയാണ് യോജിച്ചു പോകാൻ കഴിയുക? അങ്ങനെയുള്ള ചോദ്യം ഉന്നയിച്ചവരോട് തന്നെ പിന്നീട് അവരുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പൊ ഞാൻ ഡിഗ്രി സ്റ്റുഡന്റ് എന്ന് പറഞ്ഞു. സാധാരണ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ അറിയാം, ഇപ്പൊ ക്രിസ്മസിന്റെ സമയമായിരുന്നു. ക്രിസ്മസ് ഫ്രണ്ട്, ക്രിസ്മസ് സെലിബ്രേഷൻ, ഇതൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്, ടൈമാണ്. ഞാൻ ഒരു കോളേജിലെ ഒരു പാർട്ടിയെ പ്രതിനിധീകരിച്ച് മത്സരിച്ചിരുന്നു. അല്ലെ ഡിപ്പാർട്ട്മെന്റ് അസോസിയേറ്റ് സെക്രട്ടറി ആയിട്ടില്ല. അപ്പൊ ക്ലാസ് ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങളെ ശേഖരിച്ച് നിയന്ത്രിക്കാൻ ഞാൻ കഴിയും. അങ്ങനെ ക്രിസ്മസ് ഫ്രണ്ടും ക്രിസ്മസ് സെലിബ്രേഷനും ഞങ്ങളായി ഒഴിവാക്കി. കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ആദ്യം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എന്നാലും അത് വേണ്ട വിധം കൈകാര്യം ചെയ്ത് അവരെ പറഞ്ഞ് മനസ്സിലാക്കി ക്രിസ്മസ് ഫ്രണ്ടിനേക്കാളും സെലിബ്രേഷനേക്കാളും വളരെ ഇപ്പൊ ന്യൂ ഇയർ ആണ്. ഇപ്പൊ ന്യൂ ഇയർ സെലിബ്രേഷൻ സൂപ്പറാക്കാം എന്ന ഇതിലൂടെ ക്രിസ്മസ് ഫ്രണ്ടും ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ നമ്മൾ ഒഴിവാക്കി. പക്ഷേ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്നത് അതുപോലെ ഇത് മതസൗഹാർദ്ദം അല്ലെങ്കിൽ വർഗീയത വർദ്ധിക്കുന്ന ഈ രാജ്യത്ത് ഇതൊക്കെ ഇങ്ങനത്തെ പരിപാടികൾ വേണ്ടേ എന്നും ചോദ്യം ഉന്നയിക്കുന്നു. പക്ഷെ നമ്മൾ ക്രിസ്മസ് ഓണമൊക്കെ ആഘോഷിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനോ ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയോ ഇതൊക്കെ മറ്റേ ഒരു മതസംഘടനയുടെ സെലിബ്രേഷൻ അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, അത്തരത്തിലുള്ള ആഘോഷങ്ങൾ നമ്മൾ ശക്തിപ്പെടുത്തുകയാണെങ്കിൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന വർഗീയത, ഭീകരവാദം ഇതൊക്കെ ഒരു പരിധിവരെ നമുക്ക് താഴ്ത്താൻ കഴിയും. അല്ലാണ്ട് ഒരു മതത്തെ പ്രതികരിക്കുന്ന ഒരു സെലിബ്രേഷനോ അങ്ങനത്തെ ഒരു പ്രോഗ്രാം നടത്തിയല്ല ഇത് ആഘോഷം ഉണ്ടാക്കി മതേതരത്വം നടത്തിയാകേണ്ടത്.
മാത്രമല്ല ജീവിതത്തിൽ എനിക്ക് ഇതുവരെ ഒരു മതമില്ല, ഒരു കാസ്റ്റ് ഇല്ല എന്നൊരു കാരണം കൊണ്ട് ഒരു പ്രോഗ്രാമിൽ വിഭജിക്കേണ്ടി വന്നിട്ടില്ല. ദീപിക, ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആണ്. ഞാൻ 10ാം ക്ലാസ്സിലായപ്പോ ക്ലാസ് ടീച്ചർ എന്നെ വിളിച്ച് പ്രത്യേകം ചോദിച്ചു, ഇതിപ്പോ ജാതി മതവും നിങ്ങൾക്ക് ചേർത്തിട്ടില്ല, അതിനിപ്പോ വരെ വരെ പ്രശ്നമായി വരും, ഇയാൾ ഒന്നും കൂടി അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ ഒന്നും കൂടി ചോദിച്ചു നോക്കൂ, അവരിനി വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്കിത് ചേർക്കാം, ഇനി പിന്നീട് എപ്പോഴെങ്കിലും ചേർക്കണം തോന്നിയാലും പറ്റത്തില്ല എന്നവർ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ എനിക്ക് എൻ്റെ അച്ഛനോടോ അമ്മയോടോ ചോദിക്കേണ്ട കാര്യം പോലും വന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് അതിന്റെ ആവശ്യമില്ല, ജാതിയോ മതമോ എനിക്ക് വേണ്ട, ഏതൊരു ദൈവത്തിലും ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന്. പിന്നെ +2 വെച്ച് ഞങ്ങൾക്ക് മലയാളത്തിൽ ഒരു സെമിനാർ ഉണ്ടായിരുന്നു. സെമിനാറിൽ വന്ന വിഷയം മതമില്ലാത്ത ജീവൻ എന്നതാണ്. ആ ഇടയ്ക്കാണ് മതമില്ലാത്ത ജീവൻ എന്ന പാഠപുസ്തക വിഭാഗം വന്നത്. അതിന്റെ കാരണത്താൽ ഞങ്ങൾ 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞാണല്ലോ ചർച്ച ചെയ്തത്. അപ്പോ എന്റെ എതിർ ടീമിൽ ഒരു കുട്ടി പറഞ്ഞ പോയിന്റ്, മതമില്ലാതെ വളരുന്ന ഒരു കുട്ടി, ആ കുട്ടി സ്കൂളിൽ വരുമ്പോൾ മറ്റുള്ള കുട്ടികൾ അവളോട് എങ്ങനെ സംസാരിക്കും, മറ്റുള്ളവർ അവളെ വ്യത്യസ്തയായി കാണത്തില്ലേ എന്നൊക്കെയാണ് ഒരു കുട്ടി ചോദിച്ചത്. അപ്പൊ ഞാൻ എണീറ്റ് നിന്ന് ആ കുട്ടിയോട് അപ്പൊ തന്നെ ചോദിച്ചു, ഇയാൾ എന്റെ കൂടെ നടക്കുന്നുണ്ട്, എന്റെ കൂടെ സംസാരിക്കുന്നുണ്ട്, എന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വരുന്നുണ്ട്, ക്രിസ്മസും ഓണവും എല്ലാം നമ്മൾ ഒത്തൊരുമിച്ചാണ് ആഘോഷിക്കുന്നത്, എന്നിട്ട് ഇയാൾക്ക് തന്നിൽ നിന്നും എന്താണ് എന്നിൽ വ്യത്യാസമായി തോന്നിയത്? ഞാൻ നിങ്ങളെ പോലൊരു കുട്ടിയല്ലേ, ഇതുവരെ അറിഞ്ഞിട്ടുണ്ടോ ഞാൻ ഇങ്ങനെ ഒരാളാണെന്ന്? അപ്പോൾ ആ കുട്ടിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. പകരം ഞാൻ കേട്ടത് എന്റെ ക്ലാസ് ടീച്ചർ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ആ സദസ്സിൽ നിന്ന് വൻ കയ്യടിയാണ് എനിക്ക് ലഭിച്ചത്. പിന്നെ എനിക്കൊരു ചെറിയ കാര്യം പറയാനുള്ളത്, എനിക്ക് കിട്ടിയ അനുഭവങ്ങളാണ്. ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്താ മക്കളെ കൊണ്ടുവരുന്നത്? അങ്കിൾ എന്താ മക്കളെ കൊണ്ടുവരാതെ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അവളുടെ അമ്മ ഭയങ്കര വിശ്വാസിയാണ്, അമ്പലത്തിൽ പോകും, പള്ളിയിൽ പോകും, മക്കൾ അതുകൊണ്ട് അതുപോലെയാണ് വളർത്തുന്നത്. ഞാൻ പറഞ്ഞ അവര് വരത്തില്ല, അവര് അമ്മമാര് വിട്ടു തരില്ല എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ അതൊന്നുമല്ല വേണ്ടത്. നമ്മൾ നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തുന്നോ എന്നാലേ അവർക്ക് മറ്റുള്ളവരുടെ മക്കളോട് അത് പറയാനുള്ള അധികാരം കാണുള്ളൂ. എന്നോട് പലരും പറയുന്നു, നല്ലതാണ് മോളെ, അങ്ങനെ തന്നെ വളരണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, അവരവരുടെ മക്കളോട് പറയാത്ത കാര്യം മറ്റൊരാളുടെ മക്കളോട് പറയേണ്ട കാര്യം അവർക്കില്ല. തനിമ, ഞാൻ 8ൽ പഠിക്കുന്നു. ഏതാണ്ടൊരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്നതും വരെ ജാതിയോ മതങ്ങളോ എന്റെ കൂട്ടുകാരോ എന്റെ ടീച്ചേഴ്സോ ചോദിച്ചില്ല. 5ാം ക്ലാസ്സിൽ വന്ന് ആരിടയ്ക്കാണ് ഞാൻ ചോദിച്ചത്, നമുക്ക് ജാതി ഇല്ലേ, നമ്മൾ എന്തുകൊണ്ടാണ് ജാതി ഇല്ലാത്തത്? അവരൊക്കെ ടീച്ചേഴ്സ് ചോദിച്ചു, നമ്മുടെ പ്രധാന അധ്യാപകരും അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ അതിന് തക്കതായ ഉത്തരവ് നൽകിയിട്ടുണ്ട്. പിന്നെ 7ാം ക്ലാസ്സിൽ വന്നപ്പോഴാണ് ചോദ്യങ്ങൾ കൂടുതൽ കർശനമായത്. കാരണം എന്താ ജാതി ഇല്ലാത്ത, മോളുടെ ജാതിയല്ല, ഇപ്പൊ നമുക്ക് എല്ലാവരോടും നമുക്ക് ജാതിയില്ല, നിങ്ങളുടെ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് പറയും ഞാൻ ക്രിസ്ത്യാനിയാണ്, അപ്പൊ ഹിന്ദു അല്ലേ, അതെ ഹിന്ദുവാ, അപ്പൊ മോള് മുസ്ലിം അല്ലേ, അതെ മുസ്ലിമാ, അല്ല ഏതിലൊന്നും തീർച്ചയായും പറയാം, എടോ ഞാൻ മനുഷ്യനാണ് എന്ന് പറയും. അല്ല അത് ഞങ്ങൾക്ക് ഏത് ജാതിയാ, ഇയാളെ പൊട്ട് തൊട്ടിട്ടില്ല, തലത്ത് തൊട്ടിട്ടില്ല, ചന്ദ്രൻ തൊട്ടിട്ടില്ല, ഞാൻ ആരെങ്കിലും ആയിക്കോട്ടെ എന്ന് ഞാൻ പറയും. അപ്പൊ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ചിലതൊന്നും ഉത്തരം പറയുന്നില്ല. പിന്നെ സ്കൂളിൽ പഠിക്കാൻ തുടങ്ങിയത് തൊട്ടേ ഞാൻ വളരെയധികം കലാപരിപാടികൾ ചേർന്നിട്ടുണ്ട്, സമ്മാനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോ കൂട്ടുകാർ പറയും, മോളെന്താ ഇയാളെന്താ ഇങ്ങനെ, ഇയാൾക്ക് ജാതിയില്ല മതമില്ല, എന്നാലും ഒരു കാര്യം വെക്കണം കേട്ടോ, ഇയാളുടെ കൂടെ ദൈവമുണ്ട്, അതുകൊണ്ടാണ് ഇയാൾക്ക് സമ്മാനമെല്ലാം കിട്ടുന്നത്. അങ്ങനെ പറയും. ഏറ്റവും ചോദ്യമാണ് ചോദിക്കാറുള്ളത്, ഈ ദൈവത്തെ ആരാണ് ഉണ്ടാക്കിയത്? അത് ചോദിച്ചു. അപ്പൊ സാറ് ദൈവത്തിനുണ്ടാക്കി, ദൈവം തന്നെ ഉണ്ടായി, അല്ല അതെങ്ങനെ ഉണ്ടായി? ഇപ്പൊ ബെല്ലടിച്ചു, സാറൊന്നും അറിഞ്ഞിട്ടില്ല. പരിചാമേത്രി, ഞാൻ കോട്ടയം ജില്ലയിൽ പാകത്താനത്ത് നിന്ന് വരുന്നു. ഞാൻ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. കന്യാസ്ത്രീകളായ ടീച്ചർമാരായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. മതം, ജാതി ഇതൊന്നും ചേർക്കാതെയാണ് എന്നെ സ്കൂളിൽ ചേർത്തിരുന്നത്. ടീച്ചർമാരുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് പ്രാവശ്യം എനിക്ക് ഓഫറുകൾ ഞാൻ ജാതിയിൽ ചേരാനും ധാരാളമായി നിർബന്ധിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അന്നൊക്കെ മതമില്ല, ജാതിയില്ല എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ പ്രാധാന്യം എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെ 8ാം ക്ലാസ് മുതൽ
10ാം ക്ലാസ് വരെ ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. സാധാരണ പിള്ളേരോടൊപ്പം, സാധാരണ കുട്ടികളോടൊപ്പം അവരുമായിട്ട് തന്നെ ചേർന്ന് ഇടപെട്ട് ഞാൻ എൻ്റെ 10ാം ക്ലാസ് വരെയുള്ള ജീവിതം നടന്നു. അതിനുശേഷം കുട്ടികളെല്ലാവരും തന്നെ എന്നോട് വളരെ സ്നേഹമായിട്ടാണ് തന്നെ പെരുമാറുന്നത്. മതമില്ല, ജാതിയില്ല എന്നൊരു പേരിൽ എന്നെ ഇതുവരെ ആരും അവരെന്നോട് കൂടാതിരിക്കുകയോ അവരെന്നെ അവോയ്ഡ് ചെയ്യുന്നതായിട്ടോ എനിക്കിതുവരെ തോന്നിയിട്ടില്ല. പ്രശ്നങ്ങളില്ലായിരുന്നു എന്നല്ല, എന്നാൽ മനസ്സിന് ബുദ്ധിമുട്ടായി തോന്നുന്ന അനുഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 10ാം ക്ലാസ് SSLC ബുക്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഞാൻ വീട്ടിൽ ടീച്ചർ എന്നോട്, ഞങ്ങൾക്ക് ടീച്ചർ ഉണ്ടായിരുന്നു, ടീച്ചർ എന്നോട് പറഞ്ഞു, ഈ കോളത്തിൽ എന്തെങ്കിലും ഉറപ്പായിട്ടും താൻ ഫില്ല് ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ അത് തനിക്ക് ഭാവിയിൽ പ്രശ്നമുണ്ടാവും. ഞാൻ വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞു, ഇല്ല, ആവശ്യമില്ല, നോക്കാസ് എന്നാണ് തന്നെയാണ് എഴുതിയിരുന്നത്. അച്ഛനോട് ചോദിച്ചു, പറഞ്ഞു, അച്ഛനോട് ചോദിച്ചു, പറഞ്ഞു, എന്താണ് ചേർക്കാൻ? ഞാൻ ടീച്ചർ പറഞ്ഞ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്കും എൻ്റെ ചേച്ചിക്കും, വനിതാ മൈത്രി ചേച്ചിക്കും അനുവാദം തന്നിട്ടുണ്ട്, ഞാൻ ഇപ്പോൾ ചേർക്കുന്നു. നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് പ്രായപൂർത്തിയാകുമ്പോൾ, നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള സ്റ്റേജ് ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം എന്താണ് നിങ്ങളുടെ ജാതി എന്നും മതമെന്നും. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇനി ജാതി ഉണ്ടായിട്ടും ലോകത്ത് ദൈവം ഉണ്ടായിട്ടും ഇത്രയേറെ പ്രശ്നം ഉണ്ടായിട്ടും എങ്കിൽ ഞാനെങ്കിലും ഒന്ന് ജീവിച്ചു നോക്കട്ടെ, ഇനിയും ജാതിയില്ലാതെ മതമില്ലാതെ അതിനൊരു പ്രതിനിധിയാകാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. അങ്ങനെ ഞാൻ ടീച്ചറോട് പറഞ്ഞു, എനിക്ക് ജാതി വേണ്ട, എനിക്ക് മതവും വേണ്ട, എനിക്ക് ദൈവവും വേണ്ട, എനിക്ക് ഒരു വിശ്വാസവും വേണ്ട. മനുഷ്യനും തമ്മിലുള്ള വിശ്വാസമാണ് ഏറ്റവും വലുതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഇംഗ്ലീഷ് പീരീഡിൽ ടീച്ചർ ആദ്യമായിട്ട് +2 പഠിക്കുമ്പോൾ ഇംഗ്ലീഷിൽ ഒരു ടീച്ചർ വന്നിട്ട് ആദ്യത്തെ ടീച്ചറിന്റെ എല്ലാ പീരീഡിലും, രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും വൈകിട്ടാണെങ്കിലും എപ്പോഴാണേലും ടീച്ചർ ക്ലാസ്സിലേക്ക് വലതുകാലം എടുത്തു വെച്ച് പ്രാർത്ഥിച്ച് വന്ന് കയറി ലെക്ചർ ചാനലിൽ ബുക്ക് വെച്ചതിന് ശേഷം എല്ലാവരോടും ആദ്യം പറഞ്ഞത്, ഞാൻ പറയുന്ന പ്രാർത്ഥന നിങ്ങളുടെ ഇംഗ്ലീഷ് ബുക്കിന്റെ ഫസ്റ്റ് പേജിൽ എഴുതുക എന്നുള്ളതാണ്. പക്ഷേ ഞാൻ എഴുതിയില്ല. ടീച്ചറിനോട് ഞാൻ ചെന്നു, ടീച്ചറെ എനിക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ എഴുതില്ല, എനിക്ക് ജാതിയിലും മതത്തിലും ദൈവത്തിലും ഒന്നും വിശ്വാസമില്ല. ടീച്ചറെ സമ്മതിച്ചു, ആയിക്കോട്ടെ, അങ്ങനെ ഇരിക്കട്ടെ. അങ്ങനെ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാറില്ല. ടീച്ചർമാരെ എനിക്ക് മറ്റുള്ള ടീച്ചറെ എനിക്ക് ക്ലാസ്സിൽ സ്വാതന്ത്ര്യം, എല്ലാവർക്കും സ്വാതന്ത്ര്യം, വിശ്വസിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ വിശ്വസിക്കാതിരിക്കുന്നത് കൊണ്ട് എന്താണ്? നമുക്ക് വിശ്വസിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്, ദൈവത്തിൽ വിശ്വസിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. ഇതെല്ലാവർക്കും സ്വാതന്ത്ര്യം. ഞാൻ അതിനകത്ത് വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഞാൻ തിരഞ്ഞെടുത്തത്. പ്രാർത്ഥനയില്ലാതെ എങ്ങനെ ജീവിക്കുന്നതെന്നാണ് ടീച്ചർമാരോട് ചോദിക്കുന്നത്. പ്രാർത്ഥന ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങളില്ലേ? പ്രാർത്ഥനയില്ലാതെ ജീവിച്ചിട്ട് എനിക്ക് ഈ 17 വർഷം കൊണ്ട് എനിക്കിതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ തിരിച്ച് ടീച്ചർമാരോട് പറയാറുണ്ട്. ഞാൻ എന്റെ ഒരൊറ്റ അനുഭവം പറയുന്നു. എനിക്ക് അനുഭവിച്ചു പറഞ്ഞൊരു പ്രസംഗിക്കാനുള്ള കഴിവില്ല ഉള്ള കാര്യം പറയാം. ഞാനൊരിക്കല് ഞങ്ങളുടെ സ്കൂളിൽ ഇവിടെ കൂട്ടായ്മ പോലൊരു പരിപാടി ഉണ്ട്. ജോസ് ഗവൺമെന്റ് എന്ന് പറഞ്ഞൊരു സാർ ഞങ്ങളെ ക്ലാസ്സിൽ മതം, ജാതി, ദൈവം ഇതൊക്കെ വിശ്വസിക്കുന്നവരാണ് എനിക്ക് പറഞ്ഞു. ഞാൻ മാത്രമേ വേറെ എല്ലാവരും ഞാൻ ചുറ്റും നോക്കി ആയില്ല, വേറെ ആയിട്ടില്ല എനിക്ക്. അപ്പൊ മതം വിശ്വാസം ഇല്ലാത്തവരാണ് എനിക്ക് പറഞ്ഞു. ഞാൻ മാത്രമേ അതെന്താ മോന് മാത്രം എന്താ വിശ്വാസം ഇല്ലാത്തതെന്ന് ചോദിച്ചു. അതെന്താ ഇവരെന്നെ വിശ്വസിക്കുന്നെന്ന് ചോദിച്ചു. അപ്പോഴും അതെനിക്കറിയത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് സാറ്. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ചോദിച്ചു, എനിക്കൊരു സംശയം, എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവത്തിന് എന്തിനാ AC കാറ്റുന്നില്ലേ? രാത്രി കണ്ണാണല്ലേ? ദൈവത്തിന് ഇടിമിന്നലിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ലൈറ്റിംഗ് തലയ്ക്കുമുണ്ട്. വനിതാ മൈത്രി, ഞാൻ BA LLB സ്റ്റുഡൻ്റ് ആണ്, 4th ഇയർ. ഞാൻ വാഴത്താനമാണ് എൻ്റെ വീട്. എനിക്കങ്ങനെ ജാതിയും മതവും ഒരു പ്രസംഗത്തിന്റെ രൂപത്തിലല്ല പറയുകയാണെങ്കിൽ എൻ്റെ ആ 1ാം ക്ലാസ് മുതലുള്ള അനുഭവം, ഇതുവരെ പഠിച്ച അനുഭവങ്ങൾ മുഴുവൻ പറയേണ്ടി വരും. എനിക്കങ്ങനെ ജാതിയും മതവും ഇല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെ അങ്ങനെ ഒരു മനസ്സിനെ എനിക്ക് വല്ലാതെ കട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വിഷമങ്ങളൊന്നും എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ വളരെ എല്ലാവരോടും ഒരുപോലെ തന്നെ
ഇടപെടുന്നു, അവിടെ എനിക്ക് സുഹൃത്തുക്കളെ സമ്പാദിക്കുന്നതിലൊന്നും ഈ ജാതിയും മതവും ഒരു പ്രശ്നമായിട്ടൊന്നും നിന്നിട്ടില്ല. ആ സമയത്ത് ഞാൻ ഇതുവരെ പഠിച്ച കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്റെ കാലഘട്ടമാണ് എന്റെ 1ാം ക്ലാസ് മുതലുള്ള ഉണ്ണാമത്തെ സ്കൂളിലെ കാലഘട്ടം എന്ന് പറയുന്നത്. അവിടുത്തെ ഞാൻ ആ സ്കൂളിൽ ചേരുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് എനിക്ക് ജാതി മതം അതിന്റെ പ്രാധാന്യം എന്താണ്, ജാതി മതം അങ്ങനെ ഒരു പ്രശ്നം, അങ്ങനെ ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ അങ്ങനെ ഒരു സംസാരമോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. ഞങ്ങൾ എല്ലാവരും ഒരുപോലെ കളിക്കും, നടക്കും, പഠിക്കും, പോവും. പിന്നെ എന്നെ സ്ഥിരം ഇങ്ങനെ കാണാതെ പോകുന്ന കാരണം അമ്മ തിരക്കി വരുമ്പോഴേക്കും ഞാൻ അവിടെ കാണത്തില്ല. അപ്പൊ പിന്നെ എന്നെ ഈ സ്ഥിരം ഇങ്ങനെ കാണാതെ പോകുന്ന കാരണം എന്നെ വേറൊരു സ്കൂളിലേക്ക്, അടുത്തൊരു സ്കൂളിലേക്ക് മാറ്റി. കണക്കിൽ ഭയങ്കര വീക്കായിരുന്നു. ചെറിയ ക്ലാസ്സിൽ കണക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും അറിവുണ്ടായിരുന്ന വിഷയമല്ല. ആ സമയത്ത് എന്നെ കണക്ക് പഠിപ്പിച്ചിരുന്ന ലിസ്മേരി ടീച്ചർ ഒരു കൊന്ത എനിക്ക് തന്നു. അപ്പൊ നല്ല തിളക്കമുള്ള ചുവന്ന കളറിലുള്ള മുത്താണ്. അപ്പൊ എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. ഈ മുത്ത് അങ്ങനെയുള്ള കണ്ണിന് കൗതുകം ഉണർത്തുന്ന എന്ത് സാധനങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു കൗതുകത്തിന്റെ പേരിൽ ഞാൻ ആ കൊന്ത അങ്ങ് വാങ്ങിച്ചു. ടീച്ചർ പറഞ്ഞു ഇതിന് തൊട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ സ്ഥിരം ചാപ്പലിൽ പോകും. അപ്പൊ അവിടെ ചാപ്പലുണ്ട്. ചാപ്പലിൽ തന്നെ സ്ഥിരം പോകുന്നതെന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ ഒരു മാതം നല്ല സ്മെല്ലാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഭയങ്കര സുഖമാണ്. കുന്തിരിക്കാൻ പുകയ്ക്കുന്നതിന്റെ മണവും പിന്നെ ഈ പൂക്കൾ ഇങ്ങനെ അവിടെ നല്ല ഒരു ഭയങ്കര ഭംഗിയിലാണ് അതിന്റെ പൂക്കൾ ഇങ്ങനെ അവിടെ അടുക്കി വെച്ചിരിക്കുന്നത്. അതൊക്കെ കാണാനും ഒക്കെ. പിന്നെ അവിടെ പോയി വെള്ളമൊക്കെ ഉണ്ട്. അത് വെച്ച് പിള്ളേർക്ക് ഇങ്ങനെ തൊട്ട് വരയ്ക്കുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെയൊക്കെ പോയി ആ മണമൊക്കെ അത് അനുഭവിച്ച് നിൽക്കാറുണ്ട്. അപ്പൊ ഞാൻ ആ കൊന്തയൊക്കെ വാങ്ങിച്ചു. സത്യം അവിടെ കുറെ അവിടെ താമസിക്കുന്ന അന്തേവാസികളായിട്ടുള്ളവരെ ഇങ്ങനെ കൊന്ത ചൊടിക്കുന്നൊക്കെ. അപ്പൊ എനിക്ക് കൊന്തയോടുള്ള ഇഷ്ടത്തിന്റെ പുറത്ത് ഞാനത് മേടിച്ചോണ്ട് എന്നോട് അച്ഛനും അമ്മയും ഒന്നും പറഞ്ഞില്ല. അത് അങ്ങനെ മേടിക്കാൻ പാടില്ല, അതൊന്നും ചെയ്യാറുള്ളൂ അങ്ങനെയൊന്നും. എന്നെ ഇതുവരെ ഞാൻ ഏതെങ്കിലും ഞാൻ ജാതി ഇല്ലാത്തവളായി ജീവിക്കണമെന്ന് എന്റെ അച്ഛനോ അമ്മയോ ഇതുവരെ എന്നെ കമ്പൽ ചെയ്തിട്ടില്ല. ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവരുടെ വീട്ടിലെല്ലാം അവരാചരിക്കുന്ന എല്ലാ ചടങ്ങുകളിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. പിന്നെ അച്ഛനും അമ്മയും ഒന്നിനും നിർബന്ധിക്കാറില്ല. വേണമെങ്കിൽ വിശ്വസിക്കാം, വേണമെങ്കിൽ വിശ്വസിക്കേണ്ട, അത്ര മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ഇതുവരെ ജീവിച്ചത് ജാതി മതം ഒന്നും ഇല്ലാതെയാണ്. ഇപ്പൊ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ അത് തന്നെയാണ് അറിയപ്പെടുന്നത്. പിന്നെ എനിക്ക് നല്ലൊരു അനുഭവം എന്ന് വെച്ചാല് ഞാൻ BSc പഠിച്ചുകൊണ്ടിരുന്നത് കർണാടക സംസ്ഥാനത്തിലാണ്, ബാംഗ്ലൂരാണ്. ക്രിസ്തുമതത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അവിടെ ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പൊ ഹോസ്റ്റലിൽ ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ തലേ ദിവസം അവരെല്ലാവരും തൊട്ടടുത്തൊരു പള്ളിയുണ്ട്. ആ പള്ളി പോയിട്ട് പ്രത്യേക കുർബാന നടത്തി. ഞാനും പോയി അവരുടെ കൂടെ. എന്താ വെച്ചാല് തൊട്ടടുത്ത് നല്ല ഹോട്ടലുണ്ട്, അവിടെ നിന്ന് മസാല ദോശ കഴിക്കാനുള്ള ആഗ്രഹത്തോട് ഞാനും പോയി. അവർ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. പിറ്റേ ദിവസം എക്സാം ആയിട്ട് പെണ്ണ് വരെ എന്താ അവരുടെ ആചാരം ഉണ്ടല്ലോ വെഞ്ചരിക്കാന്ന് പറഞ്ഞിട്ട് 2 പെണ്ണ്, പെൻസിൽ, റബ്ബർ, സ്കെയിൽ എല്ലാം വെഞ്ചരിച്ചുകൊണ്ട് വന്നു. ഞാൻ മാത്രം ഒന്നും ചെയ്തില്ല. ഞാൻ മാത്രമേ ചെയ്യാത്തൊരു വ്യക്തി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ കൂടെ ഒരു പാസ്റ്ററിന്റെ മകനുണ്ടായിരുന്നു, സാം എന്ന് പറഞ്ഞിട്ട്. അവൻ എന്നോട് പറഞ്ഞു, നീ ഈ എക്സാമിൽ നീ പാസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ നിനക്ക് 1000 രൂപ തരാം, ഇല്ലെങ്കിൽ എന്റെ പകുതി പൈസ അടിക്കാറ്. അങ്ങനെ ഭയങ്കര ചാലഞ്ച് ഒക്കെ ആയിരുന്നു. എന്തായാലും റിസൾട്ട് വന്നു. റിസൾട്ട് അന്ന് നോട്ടീസ് ബോർഡിൽ ഇട്ട്. എല്ലാവരും നോട്ടീസ് ബോർഡിൽ പോയി നോക്കി. ഫസ്റ്റ് ക്ലാസ്സിലത്തെ ഒരു കൂട്ടത്തിൽ എന്റെ പേരില്ലായിരുന്നു. ആദ്യം ഞാനൊന്ന് സ്തംഭിച്ചു. കാരണം എന്റെ 1000 രൂപ പോണ കാര്യമാണ്, അല്ലാണ്ട് മതത്തിന്റെ വിശ്വാസത്തിന്റെ പ്രശ്നമല്ല. പക്ഷെ കുറച്ചുകൂടെ താഴെ ഡിസ്ട്രിക്ഷൻ കിട്ടിയ പേരിൽ എന്റെ പേരുണ്ടായിരുന്നു. 72% കൂടി ഞാൻ പാസ്സായി. അതെനിക്കൊരു അഭിമാനമുള്ള ഒരു കാര്യമാണ്. കാരണം എല്ലാവരും അന്ന് തലേ ദിവസം വെഞ്ചരിച്ച ഇതും അതും കൊണ്ട് പെന്നും പെൻസിലൊക്കെ കൊണ്ടാണ് പോയത്. ഞാൻ അതൊന്നുമില്ല. സാധാരണ ഒരു പേന, സെല്ലോ ഗ്രിപ്പറിന്റെ ഒരു പേനയും കൊണ്ടാണ് ഞാൻ എക്സാം എഴുതിയത്. അത് പാസ്സായതിൽ വളരെ അഭിമാനമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഞാനിപ്പോ പഠിപ്പിക്കുകയാണ്. അപ്പൊ അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് ഒരു സ്ഥാപനത്തിലെ സ്റ്റാഫ് ചെല്ലുന്ന സമയത്ത് സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ആ കൊടുക്കുന്ന സമയത്ത് എന്റെ പേര് പറഞ്ഞു. പേര് പറഞ്ഞപ്പോൾ പിള്ളേരോട് ചോദിച്ചു, ക്രിസ്ത്യൻ ആണോ ചോദിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഏതാ തോന്നുന്നത് കണ്ടിട്ടെന്ന് പറഞ്ഞു. അല്ല, ഞങ്ങൾ പേര് കേട്ടിട്ട് ചോദിച്ചാൽ. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ പെൺവർഗത്തിൽപ്പെട്ട ഒരാളാണെന്ന് പറഞ്ഞു. ഇപ്പോഴും എനിക്ക് സ്വന്തമായി ഞാൻ ഫ്രീഡം എടുക്കുകയാണ്. എൻ്റെ ധിക്കാരപരമായി ഞാൻ ഫ്രീഡം എടുക്കുന്നതാണ്. അതെൻ്റെ വസ്ത്രധാരണത്തിലായാലും എൻ്റെ ജീവിത സ്റ്റൈലിലായാലും എൻ്റെ ഫുഡ് ആൻഡ് മറ്റ് ലൈഫ് സ്റ്റൈലുകളിലായാലും ഞാൻ ബോധപൂർവം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഉള്ള ആളാണ് ഞാൻ. ഒരു കുടുംബത്തിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീക്കില്ല. അവൾക്ക് സ്വന്തം വരുമാനമുണ്ടെങ്കിൽ പോലും നമ്മളത് സ്വാതന്ത്ര്യം എടുക്കുമ്പോൾ അവൾ ധിക്കാരിയാണ്. ആ കുടുംബത്തിൽ ഔട്ട്കാസ്റ്റായി പ്രഖ്യാപിക്കപ്പെടുക.